Hello students. So today we are discussing about NMR spectrum of some simple organic compounds. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിയുടെ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ NMR സ്പെക്ട്രം എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് നോക്കാം. നമ്മൾ തിയറിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ സ്പെക്ട്രത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തിയറിയിൽ പഠിച്ചത്? കെമിക്കൽ ഷിഫ്റ്റ്, ഡെൽറ്റ സ്കെയില്, ഷീൽഡിങ്, ഡീഷീൽഡിങ്, സ്പിൻ കപ്ലിംഗ്, അതുവഴി സ്പിൻ സ്പ്ലിറ്റിംഗ്, N+1 റൂൾ പഠിച്ചു, സ്പിന്നിൻ്റെ മൾട്ടിപ്ലിസിറ്റി ഒക്കെ പഠിച്ചു. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ സ്പെക്ട്രം കണ്ടാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അലിഫാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈഥൈൽ ബ്രോമൈഡ്, അതുപോലെ തന്നെ എത്തനോൾ തന്നെ അസിഡിഫൈഡ് എഥനോളിൻ്റെയും പ്യുവർ എഥനോളിൻ്റെ ഒക്കെ നമ്മൾ എന്ത് കണ്ടതാണ്, സ്പെക്ട്രം കണ്ടതാണ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട് അലിഫാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ. അപ്പോൾ ആ കോമ്പൗണ്ട്സിലുള്ള പ്രോട്ടോൺസിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ. നമ്മൾ ഓൾറെഡി കെമിക്കൽ ഷിഫ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 4 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കോമ്പൗണ്ട്സായിട്ട് അതിൻ്റെ സ്പെക്ട്രം അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് 1,1 ഡൈബ്രോമോ ഈഥേൻ അല്ലെങ്കിൽ എഥിലിഡീൻ ബ്രോമൈഡ്. അതിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. CH3 CHBr2 CH3 CHBr2. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ടൈപ്പ് അല്ലെങ്കിൽ എത്ര സെറ്റ് പ്രോട്ടോൺസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലിരിക്കുന്ന പ്രോട്ടോൺസ് ഉണ്ട്? ആസ് യു ക്യാൻ സീ 2 ടൈപ്പ് അല്ലേ, A എന്നും B എന്നും അടയാളപ്പെടുത്താം. അപ്പോൾ ഒബ്വിയസ്ലി ഈ എഥിലിഡീൻ ബ്രോമൈഡിൻ്റെ സ്പെക്ട്രത്തിൽ നമുക്ക് 2 പീക്സ് അല്ലെങ്കിൽ 2 സിഗ്നൽസ് കാണാൻ സാധിക്കും. കാരണം 2 ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലിരിക്കുന്ന 2 സെറ്റ് പ്രോട്ടോൺസ് അവിടെയുണ്ട്. അപ്പോൾ 2 സിഗ്നൽസ് എന്തായാലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ സ്പ്ലിറ്റിങ്ങിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സ്പെക്ട്രം ഒന്ന് നോക്കിയേ. ഈ സ്പെക്ട്രത്തിൽ അവർ എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? ആദ്യം തന്നെ ഡെൽറ്റ സ്കെയിൽ അല്ലേ. ഡെൽറ്റ സ്കെയിൽ എങ്ങോട്ടാണ് പോകുന്നത്? 0 നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ. 0, 1, 2, 3, 4 അങ്ങനെ ലെഫ്റ്റിലേക്കാണ് അത് ഇൻക്രീസ് ചെയ്ത് പോണത്. ദെൻ 0ൽ ആരെ അടയാളപ്പെടുത്തിയിരിക്കുന്നു? TMS ആരായിരുന്നു? നമ്മളുടെ റഫറൻസ് കോമ്പൗണ്ട് ആയിട്ടുള്ള TMSൻ്റെ ഡെൽറ്റ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു കോമ്പൗണ്ടിൻ്റെ സ്പെക്ട്രം വരയ്ക്കുമ്പോഴും ആദ്യം തന്നെ ഡെൽറ്റ സ്കെയിൽ അടയാളപ്പെടുത്തുക, അതിനുശേഷം 0ൽ TMS അടയാളപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഈ ഒപ്പം തന്നെ നമ്മളെടുക്കുന്ന സാമ്പിളിനൊപ്പം തന്നെ TMSനെ അടയാളപ്പെടുത്തുന്നത്? കാരണം TMS എന്താണ്? ഒരു ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡാണ് അല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളത് മറക്കരുത്. ഡെൽറ്റ സ്കെയിൽ അടയാളപ്പെടുത്തുക, അപ്പം തന്നെ TMSൻ്റെ സിഗ്നൽ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്പ്ലിറ്റിങ് പറഞ്ഞാലോ. അപ്പം നമ്മൾ പറഞ്ഞു 2 സെറ്റ് പ്രോട്ടോൺസിൻ്റെ ഇതവിടെ A, അതുപോലെ തന്നെ B. ഓക്കെ, നമുക്ക് ആദ്യം A എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രോട്ടോൺസിൻ്റെ സിഗ്നൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? തൊട്ടടുത്ത നൈബറിങ് ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺസിൻ്റെ സ്പിന്നുമായിട്ട് അവർ ഇൻ്ററാക്ട് ചെയ്യുന്നു. സ്പിൻ കപ്ലിംഗ് വഴി N+1 റൂൾ അനുസരിച്ച് CH3യുടെ സിഗ്നൽ
സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ n+1 റൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ n എത്രയാണ് തൊട്ടടുത്ത്? n is equal to 1 ആണ് അല്ലേ? അപ്പോൾ n+1 എന്ന് പറയുമ്പോൾ ഇറ്റ് is equal to 2. അപ്പോൾ നമ്മളുടെ CH3യുടെ സിഗ്നൽ 2 ആയിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഡബ്ലറ്റ് കാണുന്നില്ലേ? ഓക്കെ, ഡബ്ലറ്റ് ആരുടെയാണ്? CH3യുടെ. ശരിയല്ലേ? ഏകദേശം ഒരു 2.6 റേഞ്ചിലാണ് അതിൻ്റെ ഡെൽറ്റ വാല്യൂ വരുന്നത്. 2.6 2.5 റേഞ്ചിലൊരു ഡബ്ലറ്റ് കാണാം. ആൻഡ് ആ ഡബ്ലറ്റ് ആരുടെയാണ്? CH3യുടെ സിഗ്നലാണ്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു സെറ്റ് ആരുള്ളത്? ഈ B എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രോട്ടോൺസ്. ഇവരുടെ സിഗ്നൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? തൊട്ടടുത്ത് CH3 ഗ്രൂപ്പ് ഉണ്ട്, അവിടെ 3 പ്രോട്ടോൺസ് ഉണ്ട്. സോ n+1 റൂൾ വരുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3+1 4. അപ്പോൾ CH3യിലുള്ള പ്രോട്ടോൺസ് കാരണം CHBrലെ ആ പ്രോട്ടോൺ എത്ര ആയിട്ട്, പ്രോട്ടോണിൻ്റെ സിഗ്നൽ എത്ര എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? ഇറ്റ് വിൽ ബി എ ക്വാർട്ടറ്റ്. ഒരു ക്വാർട്ടറ്റ് ആയിരിക്കും അത് അല്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കപ്ലിംഗ് വിത്ത് ദ CH3 പ്രോട്ടോൺസ്. ക്ലിയർ അല്ലേ? അറൗണ്ട് ഒരു 5.7 5.8 റേഞ്ചിലാണ് അതിൻ്റെ ഡെൽറ്റ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഓരോ മൾട്ടിപ്ലെക്സിൻ്റെയും ആ ഒരു റേഷ്യോ നോക്കിയ പീക്സിൻ്റെ ഇവിടെ ഡബ്ലറ്റിന് 1:1 ഓരോ മൾട്ടിപ്ലിറ്റിന് ഇവിടെ 1:1 റേഷ്യോയിലാണ് ഡബ്ലറ്റ് വരുന്നത്. ഇവിടെ ആണെങ്കിലോ പാസ്കൽസ് ട്രയാങ്കിളിൽ ഉള്ള പോലെ 1:2:2:1 റേഷ്യോയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പെക്ട്രം വരയ്ക്കുമ്പോഴും ഈ ഒരു റേഷ്യോ കറക്റ്റ് ഡെൽറ്റ വാല്യൂ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അത് അങ്ങനെ കൺസിഡർ ചെയ്യില്ല വാല്യുവേഷൻ സമയത്തൊന്നും. ഈ മൾട്ടിപ്ലെറ്റ് അതുപോലെ തന്നെ ആ ഓരോ പീക്സിൻ്റെയും ഇൻറ്റൻസിറ്റി നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് കടന്നാലോ? രണ്ടാമത്തെ എക്സാമ്പിളാണ് ബ്യൂട്ടനോൺ അല്ലെങ്കിൽ ഈഥൈൽ മീഥൈൽ കീറ്റോൺ. എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്? CH3 CH2 CO CH3. ഓക്കെ, CH3 CH2 CO CH3. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ടൈപ്പ് പ്രോട്ടോൺസ് വരുന്നുണ്ട്? 1 2 3 അല്ലേ? അപ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്ന സെറ്റ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. സോ നമുക്കിവിടെ എത്ര സിഗ്നൽസ് ഉണ്ടായിരിക്കും? 3 സിഗ്നൽസ് ഉണ്ടായിരിക്കും. ഇനി ആ ഓരോ സിഗ്നലിൻ്റെയും സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ എഗെയിൻ ഇതിൻ്റെ സ്പെക്ട്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്പെക്ട്രം അതിൻ്റെ ക്രോപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഡെൽറ്റ സ്കെയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഡെൽറ്റ സ്കെയിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, TMS 0 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്പ്ലിറ്റിംഗ് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം A എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള CH3യുടെ സ്പ്ലിറ്റിംഗ് നോക്കാം. നൈബറിങ്ങിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 2. അപ്പോൾ 2+1 3 ആയിട്ടാണ് അതിൻ്റെ ഒരൊറ്റ സിഗ്നൽ, അതായത് ഒരു ട്രിപ്ലറ്റ് ആണ്. ഓക്കെ, സോ CH3 പ്രോട്ടോൺസിൻ്റെ സിഗ്നൽ ഇറ്റ് വിൽ ബി എ ട്രിപ്ലറ്റ്. Why so? Due to their coupling with the CH2 protons. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രോട്ടോൺസ് നോക്കാം. B എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള CH2 പ്രോട്ടോൺ. CH2 പ്രോട്ടോൺസിന് എങ്ങനെയാണ്? തൊട്ടടുത്ത് 3 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ 3+1 = 4. 4 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. കണ്ട, ഇവിടെ ഒരു ക്വാർട്ടറ്റ് കാണുന്നില്ലേ? 1:2:2:1 റേഷ്യോയിൽ. സോ CH3 പ്രോട്ടോൺസുമായിട്ടുള്ള കപ്ലിംഗ് കാരണം CH2 പ്രോട്ടോൺസ് ഒരു ക്വാർട്ടറ്റാണ് തരിക സ്പെക്ട്രത്തിൽ. ഇനി അടുത്ത ആളേതാ? CH3 പ്രോട്ടോൺസ് അല്ലേ? ഈ CH3 പ്രോട്ടോൺസ് അതിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും? ഇല്ല. തൊട്ടടുത്ത നെയ്ബർഹുഡിൽ പ്രോട്ടോൺസ് ഒന്നും തന്നെ ഇല്ല. സോ ദാറ്റ് നമുക്കൊരു സിംഗിൾ പീക്ക് കിട്ടും. There is no
കപ്ലിംഗ് വിത്ത് എനി അതർ പ്രോട്ടോൺസ്, അല്ലെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് വിസിനിറ്റിയിൽ വേറെ കപ്പിൾ ചെയ്യാൻ മാത്രം, ഇൻ്ററാക്ട് ചെയ്യാൻ മാത്രം സ്പിന്നൊന്നുമില്ല വേറെ പ്രോട്ടോൺസിൻ്റെ, സോ ദാറ്റ് അത് നമുക്കൊരു സിംഗിൾ പീക്കാണ് തരുന്നത്. ഓക്കെ, ഈ ഒരു സ്പെക്ട്രം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി മൂന്നാമത്തെ എക്സാമ്പിളാണ് 1-nitropropane. 1-nitropropane എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് CH3CH2 ഫസ്റ്റ് നൈട്രോ ഗ്രൂപ്പ്, അപ്പോൾ CH2 പ്രൊപ്പൈൻ അല്ലേ, NO, ശരിയല്ലേ? അപ്പോൾ CH3CH2CH2NO2 1-nitropropane. ഇവിടെ അഗെയിൻ എത്ര ടൈപ്പ് അല്ലെങ്കിൽ എത്ര സെറ്റ് കെമിക്കൽ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്? A, B ആൻഡ് C. ഇനി ഇവരുടെ സ്പ്ലിറ്റിങ് നോക്കാം നമുക്ക്. എയുടെ തൊട്ടടുത്ത് 2 പ്രോട്ടോൺസ് ഉണ്ട്, അപ്പോൾ 2 + 1 3. അപ്പോൾ CH3യുടെ സിഗ്നലാണ് ഇവിടെ ഒരു ട്രിപ്ലറ്റ് കാണിച്ചിരിക്കുന്നത്. എത്ര റേഷ്യോ വരുന്നത്? 1:2:1 റേഷ്യോയിൽ. ഇനി ഇനി അടുത്തത് ഈ ഒരു പ്രോട്ടോണാണ് CH2. അതായത് CH2 പ്രോട്ടോണിൻ്റെ ഈ ഭാഗത്തും പ്രോട്ടോൺസ് ഉണ്ട്, രണ്ട് വശത്തും പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ Na+1 × Nx+1 എന്ന് പറഞ്ഞ റൂളില്ലേ, ആ റൂളല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. Na+1 എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് 3 എണ്ണമാണ്, അപ്പോൾ 3 + 1 × ഇപ്പുറത്തെ ഭാഗത്തോ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2 + 1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 4 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 12 അല്ലേ, ശരിയല്ലേ? അപ്പോൾ CH2 പ്രോട്ടോൺസ് നമുക്കൊരു സെക്സ്റ്ററ്റ് ആണ് തരുന്നത്. Na+1 × Nx+1 എന്ന് പറയുന്ന റൂൾ അനുസരിച്ച് അത് നമുക്കൊരു സെക്സ്റ്ററ്റ് ആണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ സെക്സ്റ്ററ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, ഇനി CH2 C എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത് എത്ര പേരുണ്ട്? 2, അപ്പോൾ 2 + 1 3. ഇത്രയാണ് 1-nitropropane സ്പെക്ട്രത്തിൽ വരുന്നത്. എഗെയിൻ നിങ്ങൾ ഡെൽറ്റ സ്കെയിലും TMSഉം അടയാളപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ഡെൽറ്റ സ്കെയിലിൻ്റെ യൂണിറ്റ് എന്താ അവിടെ അടയാളപ്പെടുത്തിയെന്ന് ശ്രദ്ധിച്ചോ? ഇറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. അപ്പോൾ നിങ്ങൾ ഏതൊരു കോമ്പൗണ്ടിൻ്റെയും സ്പെക്ട്രം വരയ്ക്കുന്ന സമയത്ത് മറക്കരുതാത്തൊരു കാര്യമാണ് എന്ത്? ഡെൽറ്റ സ്കെയിൽ വരയ്ക്കാനും ഡെൽറ്റ വാല്യൂസ് അടയാളപ്പെടുത്താനും അതിൻ്റെ യൂണിറ്റ് എഴുതാനും, പ്ലസ് ആരുടെ സിഗ്നൽ വരയ്ക്കണം? TMSൻ്റെ സിഗ്നൽ വരയ്ക്കണം. ഇനി നമ്മുടെ നാലാമത്തെ എക്സാമ്പിളിലേക്ക് ഞാൻ കിടക്കുകയാണ്. അലിഫാറ്റിക് സിസ്റ്റംസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് വണ്ണാണ്. ഇറ്റ് ഈസ് പ്രൊപ്പനോയിക് ആസിഡ് CH3CH2COOH. ഇതിലേക്ക് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? A, B ആൻഡ് C, ശരിയല്ലേ? 3 സെറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 3 സിഗ്നൽ കിട്ടണം. അപ്പോൾ നമുക്ക് അഗെയിൻ N+1 റൂൾ അപ്ലൈ ചെയ്യാം. CH3 തൊട്ടടുത്ത് 2 പ്രോട്ടോൺസ് ഉണ്ട്, സോ ദാറ്റ് അത് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 3. ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണ് 3 വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രിപ്ലെറ്റ് കിട്ടി. 1:2:1 റേഷ്യോയിൽ അറൗണ്ട് 1 കിട്ടുന്നത്. സോ CH3 പ്രോട്ടോൺസ് വിൽ ഗിവ് എ ട്രിപ്ലെറ്റ് ഡ്യൂ ടു ദെയർ കപ്ലിംഗ് വിത്ത് ദ CH2 പ്രോട്ടോൺസ്. ഓക്കെ, ഇനി നമ്മുടെ CH2 എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 4 കണ്ടോ? തൊട്ടടുത്ത് 3 പ്രോട്ടോൺസ് ഉണ്ട്, അപ്പോൾ 4 ആണ് അതിൻ്റെ ഒരൊറ്റ സിഗ്നൽ സ്പ്ലിറ്റ് ആവുന്നത് 1:2:1 റേഷ്യോയിൽ. സോ ഡ്യൂ ടു ദെയർ കപ്ലിംഗ് വിത്ത് CH3 പ്രോട്ടോൺസ്. ഇനി നമ്മുടെ OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് കണ്ടോ ഇവിടെ. ഇതിന് തൊട്ടടുത്തൊന്നും ആരുമില്ല,
അപ്പോൾ അതൊരു സിംഗിൾ സിഗ്നലാണ് തരിക. എവിടെയാണ് സിഗ്നൽ പോയി കിടക്കുന്നത്? നമുക്ക് ഇവിടെ ഹയർ ഡെൽറ്റ വാല്യൂവിനാണ് 11.5 അല്ലെങ്കിൽ 11.67 റേഞ്ചിലാണ് നമുക്ക് OHൻ്റെ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞു ഡെൽറ്റ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ ടെക്സ്റ്റിലുള്ള സ്പെക്ട്രംസ് ഒക്കെ നോക്കിയിട്ട് ജനറലായിട്ട് ഏത് ഭാഗത്താണ് കണ്ടുവരുന്നതെന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ OH ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 11-നും 12-നും ഇടയിലായിട്ട് വേണം സിഗ്നൽ വരയ്ക്കാൻ എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആലിഫാറ്റിക് സിസ്റ്റത്തിൽ 4 സ്പെക്ട്രംസ് ആണ് കണ്ടത്. ആദ്യം കണ്ടത് എന്തായിരുന്നു? 1,1 ഡൈബ്രോമോ ഈഥേൻ, പിന്നെ രണ്ടാമത് ബ്യൂട്ടനോൺ കണ്ടു, മൂന്നാമതായിട്ട് നൈട്രോപ്രോപ്പൈൻ കണ്ടു, നാലാമത് പ്രൊപ്പനോയിക് ആസിഡ് കണ്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നത് അരോമാറ്റിക് സിസ്റ്റംസ് ആണ്. അരോമാറ്റിക് സിസ്റ്റംസിൻ്റെ കാര്യം സ്പെഷ്യലി പറയാൻ കാരണം അതിലുള്ള ആ അരോമാറ്റിക് ബെൻസിനോയിഡ് റിങ്ങിലുള്ള പ്രോട്ടോൺസ് ഹയർ ഡെൽറ്റ വാല്യൂ ആണ് എപ്പോഴും കാണിക്കുന്നത്. ഹയർ ഡെൽറ്റ വാല്യൂ പറയുമ്പം ഏകദേശം ഡെൽറ്റ 7-ലാണ് 70 ആണ് കേട്ടോ, 7-ലാണ് ഡെൽറ്റ വാല്യൂ കാണിക്കുന്നത്. ഇങ്ങനെ ഹയർ ഡെൽറ്റ വാല്യൂ കാണിക്കാൻ എന്താണ് കാരണം? നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അനൈസോട്രോപ്പിക് ഇഫക്റ്റ് പറഞ്ഞില്ലേ, അവിടെ ഒരു റിങ് കറൻറ്റ് ഇഫക്റ്റ് വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ റിങ്ങിലുള്ള റിങ്ങിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസിനും ഇതിൻ്റെ ഷിഫ്റ്റിങ്ങിലൊരു മെയിൻ റൂളുണ്ട്. അതായത് ഇപ്പം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പ്സാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നതെങ്കിൽ, ലൈക്ക് NO2, CN, COOH, CO പോലുള്ള ഗ്രൂപ്പ്സാണ് അവിടെ വരുന്നതെങ്കിൽ ഡെൽറ്റ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഹയർ വാല്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എങ്ങനത്തെ ഗ്രൂപ്പ്സാണ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അവരെന്താ ചെയ്യുക? അവിടെ ഷീൽഡിങ് കൂടൂല്ലേ, അപ്പോൾ ലോവർ ഡെൽറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ OH, OCH3, NH2, CH3 തുടങ്ങിയുള്ള ഗ്രൂപ്പ്സ്. സോ അവർക്ക് അപ്പ് ഫീൽഡ് ഷിഫ്റ്റാണ് വരുന്നത്. അതായത് കൂടുതൽ റൈറ്റിലേക്കാണ് അവരുടെ സിഗ്നൽ ഷിഫ്റ്റ് ചെയ്യുക. അതേസമയം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അവർക്ക് ഡൗൺ ഫീൽഡ് ഷിഫ്റ്റാണ് കൂടുതൽ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ അരോമാറ്റിക് സിസ്റ്റംസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഇറ്റ് ഈസ് പാരാക്സൈലിൻ. പാരാക്സൈലിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബെൻസീൻ റിങ്ങിൽ 2 പാരാ പൊസിഷനിലും CH3 ഗ്രൂപ്പ്സ് വരുന്നത്. നിങ്ങൾക്കിവിടെ അതിൻ്റെ സ്ട്രക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര സെറ്റ് പ്രോട്ടോൺസ് വരുന്നുണ്ട്? ഈ CH3 ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അതുപോലെ തന്നെ ഈ 4 പ്രോട്ടോൺസും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ 2 ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള പ്രോട്ടോൺസ് ആണ് വരുന്നത്. സോ ദാറ്റ് നമുക്ക് 2 സിഗ്നൽസ് ആണ് കിട്ടുക. സ്പ്ലിറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റിങ് വരുന്നത്? ഈ 6 പ്രോട്ടോൺസ്, അതായത് CH3 2 മീഥൈൽ ഗ്രൂപ്പ്സിലത്തെ പ്രോട്ടോൺസും ഒരു സിംഗ്ലറ്റ് ആണ് തരിക. കാരണം അവിടെ മറ്റ് പ്രോട്ടോൺസായിട്ട് കപ്ലിംഗ് ഒന്നും വരുന്നില്ല. അരോമാറ്റിക് സിസ്റ്റത്തിൽ ഒരു സിഗ്നലിൻ്റെ സിംഗ്ലറ്റ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്ലിറ്റ് ആണോ എന്നുള്ളത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. അത് കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ നേച്ചർ, നമ്പർ, സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ പൊസിഷൻ, സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ നേച്ചർ, നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആണോ ഡൊണേറ്റിംഗ് ആണോ. ഇപ്പോൾ ഇവിടെ CH3 ഗ്രൂപ്പാണ്, അതെങ്ങനെയാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പം
ലോവർ ഡെൽറ്റയിലേക്കാണ് അത് ഇത് അപ്ഫീൽഡ് ഷിഫ്റ്റാണ് അതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ 6 CH3 പ്രോട്ടോൺസ് എന്താ ചെയ്യുന്നത്, ഒരൊറ്റ സിംഗ്ലറ്റ് മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ സിഗ്നലേ കാണിക്കുള്ളൂ. മറ്റ് പ്രോട്ടോൺസ് ഒന്നുമായിട്ട് എന്ത് ചെയ്യണില്ല, കപ്ലിങ്ങിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ 4 പ്രോട്ടോൺസും ഒരു അല്ലെങ്കിൽ റിംഗ് പ്രോട്ടോൺസും ഒരു സിംഗ്ലറ്റാണ് നമുക്ക് തരുന്നത്. ഇത് ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ അതിൻ്റെ പാരാ ഡിസ്ട്രിബ്യൂഷനിൽ പൊസിഷനിൽ വളരെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സിമ്മട്രിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ നേച്ചറിനൊക്കെ റെസ്പെക്റ്റീവായിട്ട് അതിൻ്റെ റിംഗ് പ്രോട്ടോൺസ് നമുക്ക് എപ്പോഴും ഒരു സിംഗ്ലറ്റാണ് തരുന്നത്. ബെൻസീൻ ഡെറിവേറ്റീവ്സിൽ മാത്രമാണ് ഇത് കാണുന്നത്, കാരണം അതിൻ്റെ മോളിക്കുലാർ സിമെട്രി കാരണമാണ്. മോളിക്കുലാർ സിമെട്രി കാരണം അതിൻ്റെ 4 പ്രോട്ടോൺസും ഈക്വലൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സ്ട്രക്ചറൽ സിമെട്രി കാരണം അത് 4 അരോമാറ്റിക് പ്രോട്ടോൺസ് എങ്ങനെയാണ് ഈക്വലൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ തരുള്ളൂ, ഒരു സിംഗ്ലറ്റ് തരുള്ളൂ. ഓക്കെ, നമ്മുടെ അടുത്ത എക്സാമ്പിളാണ് ഈഥൈൽ ബെൻസീൻ, C6H5 CH2 CH3, ഈഥൈൽ ബെൻസീൻ. ഓക്കെ, ഈഥൈൽ ബെൻസീൻ. അപ്പോൾ ഈഥൈൽ ബെൻസീനിൽ എത്ര സെറ്റ് ഉണ്ട്, 3, എ ബി ആൻഡ് റിംഗ് പ്രോട്ടോൺസ്. അപ്പോൾ റിംഗ് പ്രോട്ടോൺസ് നിങ്ങൾക്ക് കാണാം, നേരത്തെ പറഞ്ഞ പോലെ ബെൻസീൻ ഡെറിവേറ്റീവ് ആണിത്. റിംഗ് പ്രോട്ടോണിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയുകയാണെ, അറൗണ്ട് 7 റേഞ്ചിലൊരു സിംഗ്ലറ്റാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിംഗ് പ്രോട്ടോൺസിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ CH3 പ്രോട്ടോൺസ് എത്ര ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, തൊട്ടടുത്ത് 2 ആ ഒരു മെയിൻ ബ്രാഞ്ചിൽ 2 പ്രോട്ടോൺസ് ആണുള്ളത്. അപ്പോൾ 2 + 1 3 ട്രിപ്ലറ്റ് ആണ് നമുക്ക് കിട്ടുക ടെർമിനൽ CH3 സിഗ്നൽ. ഇനി അടുത്ത് CH2 എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, CH2 4 കാരണം അതിൻ്റെ തൊട്ടടുത്ത് എത്ര എണ്ണം ഉണ്ട്, 3. അപ്പോൾ 3 + 1 4 സ്പ്ലിറ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള 5 റിംഗ് പ്രോട്ടോൺസും എന്താ തരിക, അവരൊക്കെ കൂടിയിട്ട് ഒരൊറ്റ സ്പ്ലിറ്റ് ഒന്നും ഇല്ലാത്തൊരു അബ്സോർപ്ഷൻ സിഗ്നലാണ് കാണിക്കുക. അതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിടെ റിംഗ് കറണ്ട് ഉണ്ടാവും ആരോമാറ്റിക് റിംഗ് സിസ്റ്റത്തിൽ. സോ അതിൽ ചെറിയ കെമിക്കൽ ഷിഫ്റ്റ് ഡിഫറൻസ് ഒക്കെ അവിടെ എലിമിനേറ്റ് ചെയ്യും ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈഥൈൽ ബെൻസീൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അരോമാറ്റിക് സിസ്റ്റം ഇപ്പോൾ നമ്മൾ 2 സ്പെക്ട്രംസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആ ഒരു അരോമാറ്റിക് റിങ്ങിലുള്ള റിംഗ് പ്രോട്ടോൺസിൻ്റെ ഡെൽറ്റ വാല്യൂ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എത്രയാണ്, ഒരു 7 റേഞ്ചിലൊരു സിംഗ്ലറ്റ് വരച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് എല്ലാ സ്പെക്ട്രംസും ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. OH ഉണ്ടെങ്കിൽ അത് 11.5 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ ഒരു സിംഗ്ലറ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിംഗ് പ്രോട്ടോൺസ് 7ലാണ് സിഗ്നൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. അടുത്ത എക്സാമ്പിൾ ഈസ് ക്യൂമീൻ. ഓക്കെ, ക്യൂമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, C6H5 CH3 twice, C6H5 CH3 twice. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 സെറ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 സെറ്റ് പ്രോട്ടോൺസ് ഉണ്ട്. ഈ CH3 സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ 6 പ്രോട്ടോൺസ് സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. പിന്നെ ഒരു പ്രോട്ടോൺ B, പിന്നെ റിംഗ് പ്രോട്ടോൺ C, റിങ്ങിലുള്ള പ്രോട്ടോൺസ് C. അപ്പോൾ നമുക്ക് സ്പെക്ട്രത്തിൽ എത്ര സിഗ്നൽ കിട്ടണം, 3. സോ റിംഗ് പ്രോട്ടോൺസിൻ്റെ ഇതാ ഇവിടെ 7ലൊരു സിംഗ്ലറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അല്ലേ. ഇനി നമ്മുടെ 6 ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് അവരെ തൊട്ടടുത്ത് സ്പിൻ കപ്ലിങ്ങിന് സാധ്യതയുണ്ട്, കാരണം തൊട്ടടുത്തൊരു CH പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ
1 + 1 = 2 അല്ലേ? അപ്പോൾ ഈ 6 പ്രോട്ടോൺസിൻ്റെ 6 ഈക്വലൻ്റ് പ്രോട്ടോൺസിൻ്റെ സിഗ്നൽ അവിടെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡബ്ലറ്റാണ് അവിടെ വരുന്നത്. ഇത് എവിടെ 1-ൽ ഒരു ഡബ്ലറ്റ് കാണാനുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഡബ്ലറ്റൊക്കെ വരയ്ക്കുമ്പോൾ രണ്ടും ഒരേ പീക്ക് ഒരേ ഹൈറ്റിൽ തന്നെ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ സി എച്ചിന് എങ്ങനെയാണ് സ്പ്ലിറ്റിങ് വരിക? ഒരു ഭാഗത്ത് 3 ഉണ്ട്, ഒരു ഭാഗത്ത് 3 ഉണ്ട് അല്ലേ? നമുക്ക് അതിലൊരു 2 സെറ്റ് പ്രോട്ടോൺസായിട്ടും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും ഈക്വലൻ്റ് ആയതുകൊണ്ട് നമ്മൾ Na+1 × Nx+1 എന്നുള്ള റൂളല്ല കേട്ടോ യൂസ് ചെയ്യുക. രണ്ടും ഡിഫറെൻ്റ് അല്ലല്ലോ. ഈ 6 പ്രോട്ടോൺസ് ഉള്ളതും 6 ഒരേ കെമിക്കൽ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 6+1 എന്നാണ് അവിടെ എടുക്കേണ്ടുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹെപ്റ്ററ്റ് ആണ് കിട്ടുക. ആ ഒരു ഹെപ്റ്ററ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്. CHൻ്റെ 1 പ്രോട്ടോൺ ഹെപ്റ്ററ്റ്. എങ്ങനെ ഹെപ്റ്ററ്റ് വരുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കപ്ലിംഗ് വിത്ത് ദ 2 CH3 സെറ്റ്. ഓക്കെ, പിന്നെ ആരാണ്? പിന്നെ റിംഗ് പ്രോട്ടോൺസ് 7 ഡെൽറ്റയിൽ ഒരു സിംഗ്ലറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ കണ്ടാലോ? സോ ലാസ്റ്റ് വണ്ണാണ്, അതായത് അരോമാറ്റിക് സിസ്റ്റംസിൽ ലാസ്റ്റ് വണ്ണാണ് മെസിറ്റിലൈൻ. മെസിറ്റിലൈൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇവിടെ എത്ര ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട്? 2 ടൈപ്പുള്ളൂ. ഈ 3 CH3 എന്താണ് സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ 9 പ്രോട്ടോൺസ് ഒരു എൻവയോൺമെൻറ്റിൽ, ബാക്കിയുള്ള പ്രോട്ടോൺസ് റിംഗ് പ്രോട്ടോൺസ് B. അപ്പോൾ നമുക്ക് 2 സിഗ്നലാണ് ഇവിടെ കിട്ടുക. റിംഗ് പ്രോട്ടോൺസ് ഒരു സിംഗ്ലറ്റ് കാണിക്കുന്നു, അതുപോലെ തന്നെ ആ 9 പ്രോട്ടോൺസും സിംഗ്ലറ്റാണ് കാണിക്കുക. കാരണം അതൊരു ഈക്വലൻ്റ് സെറ്റാണ് അല്ലേ? 3 CH3 ഗ്രൂപ്പിൽ വരുന്ന 9 ഈക്വലൻ്റ് പ്രോട്ടോൺസ് ആണ്. സോ ഈ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസിന് മറ്റ് പ്രോട്ടോൺസ് ആയിട്ട് അവിടെ കപ്ലിംഗ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ടോട്ടൽ 8 കോമ്പൗണ്ട്സിൻ്റെ സ്പെക്ട്രംസ് കണ്ടു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അതിൻ്റെ സ്പ്ലിറ്റിങ് N+1 റൂള് ഒക്കെ നോക്കാനായിട്ട്. എല്ലാവരും ടെക്സ്റ്റിൽ ഓരോന്നിൻ്റെ സ്പെക്ട്രംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ.